വെൽക്കം ബാക്ക് ടു ലേൺ നോ. സോ കീം 2024 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പം മാർക്സ് സബ്മിറ്റ് ചെയ്യാം, ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. സോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ മാർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. സോ ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മാർക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് സബ്മിറ്റ് ചെയ്യാം. അതായത് +2ന്റെ മാർക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെ. അപ്പൊ www.ce.kerala.government.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ചില കുട്ടികൾ കെമിസ്ട്രി പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ കെമിസ്ട്രി പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്സ് അപ്ലോഡ് ചെയ്യാം. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിക്കാത്തവരാണെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്കായിരിക്കും അവര് സബ്മിറ്റ് ചെയ്യുന്നത്, അതാണ് കൺസിഡർ ചെയ്യുക. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ബയോളജിയുടെ മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് വേണം നിങ്ങൾ മാർക്കുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. അവിടെ ഒരു മെനു കാണും, മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ്. അതിൽ പോയി കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ജൂൺ 30-ാം തീയതി 3 മണി വരെ മാത്രമേ നമുക്ക് മാർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ സമയത്തിനുള്ളിൽ മാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ 30-ാം തീയതിയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ തന്നെയാണ് അത് സബ്മിറ്റ് ചെയ്യുക. ഇനി സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മളിപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ, ആ മെനുവിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ഓഫ് എക്സാമിനേഷൻ കൊടുക്കാനുണ്ടാവും, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാനുണ്ടാവും, രജിസ്റ്റർ നമ്പർ കൊടുക്കാനുണ്ടാവും. ഈ 3 കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക്, അതായത് ഈ ഓൾറെഡി ഉള്ള ഡാറ്റ വെച്ചിട്ട്, ബോർഡിലെ ഡാറ്റ വെച്ചിട്ട് വെബ് പേജിൽ നമ്മുടെ മാർക്ക് വരും, ഡിസ്പ്ലേ ചെയ്ത് വരും നമ്മുടെ ഒറിജിനൽ മാർക്ക്. ആ വരുന്ന മാർക്കും നമ്മുടെ മാർക്ക് ഷീറ്റിലുള്ള, നമ്മുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റിലുള്ള മാർക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് മാർക്ക് ഡാറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് സബ്മിറ്റ് ആയി. അപ്പൊ ഓൾറെഡി ഡാറ്റ അതിനകത്ത് കാണും. നമ്മൾ ബോർഡും നമ്മുടെ ഇയർ ഓഫ് പാസിംഗും രജിസ്റ്റർ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ വെബ് പേജിൽ ഡിസ്പ്ലേ ആവും. കൃത്യമായിട്ട് നോക്കുക, നമ്മുടെ മാർക്ക്, നമ്മുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റിലുള്ള മാർക്ക് തന്നെയാണ് അതിലുള്ളത് എന്നുള്ളത് വെരിഫൈ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മാർക്ക് ലിസ്റ്റ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മാർക്ക് കറക്റ്റ് ആണെങ്കിൽ. ഇനി വെബ് പേജിൽ വരുന്ന മാർക്ക് നമ്മുടെ ആക്ച്വൽ മാർക്കുമായിട്ട് ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേഞ്ച് എന്നുള്ളൊരു ബട്ടൺ അവിടെ കാണാം. ചേഞ്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ മാർക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ മാർക്കൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മാർക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് അവിടെ കൊടുത്തിട്ടുള്ള മാർക്ക് ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ആക്ച്വൽ മാർക്കുമായിട്ട് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതുപോലെ തന്നെ സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ +2ന്റെ മാർക്ക് ഷീറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് PDF ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യണം, നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അത് ആ സ്കാൻഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം, ഒരു ഡിഫക്റ്റും ഇല്ലാതെ നമ്മൾ അതിന്റെ PDF കൂടെ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സബ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചേഞ്ച് ചെയ്യുന്നവരും ഓൾറെഡി വെബ് പേജിൽ മാർക്കില്ല, നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ മാർക്ക് ഷീറ്റിന്റെ PDF അല്ലെങ്കിൽ സ്കാൻഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, എങ്കിലേ നമ്മുടെ സബ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, വൺസ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് വരും. അത് ഡൗൺലോഡ് ചെയ്യുക. സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും ഒക്കെ നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി പ്രത്യേകം എടുത്തു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മാർക്ക് എൻ്റർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവര് ഈ മാർക്ക് ഷീറ്റിന്റെ PDF കൂടെ അതിലുള്ള ലിങ്കിൽ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുകയുള്ളൂ.
ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ഈ മാർക്ക് ലാസ്റ്റ് നമ്മൾ വൺസ് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയറിനൊക്കെ പോകുന്ന സമയത്ത് അതോറിറ്റി മാർക്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നിങ്ങൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വെരിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.